ഒരു മാസം 1,00,000 രൂപ വരെ സമ്പാദിക്കുന്നവരുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ 10,000, 60,000, 70,000 ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം. മുഖത്ത് നോക്കി പറയാം 70,000, 80,000 രൂപ ഞാൻ ഉണ്ടാക്കും. മറ്റേതൊക്കെ പറയുന്നു അതൊന്നുമല്ല. ലൈഫിലോട്ട് ഇറങ്ങി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ കൂടെ ഒരു ദിവസമെങ്കിലും ഈ ടോപ്പ് മാനേജ്മെന്റ് ഇരിക്കുന്ന ഏതവരാണ്, ഏറ്റവും ടോപ്പിലിരിക്കുന്നവരാണ് വന്നൊന്ന് ഇറങ്ങി ഓടി നോക്കട്ടെ. 1 മണിക്കൂർ ഓടിയാൽ മതി അവന്റെ കണ്ണഞ്ചു 10,000, 60,000, 80,000 ഒരു മാസം 1,00,000 രൂപ വരെ സമ്പാദിക്കുന്നവരുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ 10,000, 60,000, 70,000 ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം. മുഖത്ത് നോക്കി പറയാം 70,000, 80,000 രൂപ ഞാൻ ഉണ്ടാക്കും. ചില കേസുകളിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഓബ്രോഡ് മാള് മറ്റുള്ളിടത്ത് നമ്മളൊക്കെ രണ്ടാം കുടിക്കാര്. ഞങ്ങള് സ്ലേവ് ഒന്നുമല്ല. ഞങ്ങള് അന്തസ്സായ കുടുംബത്തിൽ പറഞ്ഞവരാണ്. ഞാൻ നായരല്ലായിരിക്കാം, ഞാൻ ഈഴവരല്ലായിരിക്കാം, മറ്റേ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലായിരിക്കാം, ജൂതരല്ലായിരിക്കും, വേറെ ഒന്നുമല്ല. പക്ഷെ ഉള്ള കാര്യം പറയാം, അന്തസ് ഹ്യൂമരെക്കാളും കൂടുതൽ നമുക്ക്. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ പണിയെടുക്കുന്നവരൊക്കെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ലുലു മാളില് വണ്ടി വെക്കാൻ സ്ഥലമില്ല. ഞങ്ങക്ക് ബാക്കി എല്ലാവരും വണ്ടിയുണ്ട്. പ്ലാറ്റ്ഫോം ഫീ നടക്കുന്ന പൈസ കൊടുക്കണം എന്ന് പറയുന്നത് എന്തൊരു മോശമാണ്. അവന് വേണ്ടിയിട്ട് പ്രശ്നത്തിന് വരുന്നു. ലുലു സത്യം പറഞ്ഞാൽ കൊള്ളയോട്ടോ. അവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഹൈപ്പർ മാത്രമായിട്ടുള്ളവർക്ക് മാത്രം ഹൈപ്പർ ഓർഡർ ഉണ്ടോ നിങ്ങൾക്ക് വണ്ടി വെക്കാം, ലുലു വെക്കാം. അവരുടെ തന്നെ പ്ലാറ്റ്ഫോമിലുള്ള സാധനങ്ങളാണ് എടുക്കാൻ വേണ്ടിയാ വരുന്നത്. അതിന് ഞങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണേ. ഓരോരുത്തരെന്ത് ചെയ്യുന്നറിയാം, അത് കൊടുക്കാനില്ലാത്തതുകൊണ്ടല്ലോ സങ്കടം വന്നിട്ട് വല്ല റോഡിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുവച്ചിട്ട് 1/2 കിലോമീറ്റർ നടന്നാ പോയി ഫുഡെടുക്കുന്നു. ഇതൊക്കെ ആരോട് ചോദിക്കാനാ? അവിടെ കസ്റ്റമറിന്റെ വീടിന്റെ വാറൊക്കെ ഡോറിന്റെ ബില്ലിന്റെ മേളിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും വേണം. അവൻ 10ാം നിലയിലാണെങ്കിൽ അവന്റെ വീടിന്റെ ഡോറിന്റെ വാറൊക്കെ ബെല്ലടിച്ചാ കൊടുക്കുന്നത്. ഞാനിത് 2 കസ്റ്റമറോട് കാര്യം പറഞ്ഞു. എനിക്ക് പ്ലാറ്റ്ഫോം ഫീ അവിടെ വണ്ടിയുടെ പൈസ തരണമെന്ന് അന്നേരം ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. വച്ചായിട്ട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു പോലെ എനിക്ക് മനസ്സിലായി, വെക്കുവോ ഞാൻ എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞുതരാം. അവര് തന്നു. അങ്ങോട്ട് വണ്ടി കയറ്റാന്ന് പറയാൻ കിലോമീറ്റർ ഇപ്പുറത്തൊന്നും എടുത്തിട്ട് 6 കിലോമീറ്റർ കൊടുക്കണം. മൊത്തം 12 കിലോമീറ്റർ. ഇവര് തരേണ്ടത് ഇത്രയാണ്. 6 വെറും 12, 78 രൂപയാണോ? ഇവന്മാര് തരുന്നത് 40 രൂപ, 42 രൂപ. അങ്ങനെയും പറ്റിക്കുന്നു. ഒത്തിരി പറ്റിക്കലുണ്ട്. ഇപ്പൊ പുതിയ സ്കീം വന്നിരിക്കുന്നത്. സ്വിഗ്ഗി ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് സത്യം പറയാൻ കസ്റ്റമേഴ്സിനെ അല്ല, ഞങ്ങളെ പറ്റിക്കുന്നു. റൈഡേഴ്സിനെ പറ്റിക്കുന്നു. റൈഡേഴ്സിന്റെ പൈസ കൊണ്ടാണ് ഇനി സ്വിഗ്ഗി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 6 മണിക്കൂർ, ആദ്യത്തെ 1 കിലോമീറ്റർ 6 റുപ്യ നിങ്ങൾക്ക് തരില്ല. ഇല്ല, ഞങ്ങളിപ്പോ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ഞങ്ങള് റെസ്റ്റോറന്റിൽ പോകുന്നത് ഫ്രീയാ. അവിടെ റെസ്റ്റോറന്റ് മുതൽ ഡെലിവറി ചെയ്യുന്നവരാണ് ക്യാഷ് പേയ്മെന്റേ ഉള്ളൂ. ഞങ്ങള് ദൂരെ ഇരിക്കുവാണെങ്കിൽ പോലും 6 കിലോമീറ്റർ ഉണ്ട് 2 രൂപ വെച്ച് തരും. മാത്രമല്ല വണ്ടിയുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഇതൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇതൊക്കെ ആദ്യമേ ജോയിൻ ചെയ്യുമ്പോ ആർട്ടിക്കിൾസ് എല്ലാം ഉണ്ട്. പിന്നെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതില്ല. അത് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓരോ ദിവസം അവരുടെ സൗകര്യത്തിന് അവര് മാറ്റും. മനസ്സിലായോ? അവരവരുടെ സൗകര്യത്തിന് അവര് മാറ്റിക്കൊണ്ടിരിക്കും. നേരത്തെ 500 രൂപയായിരുന്നു. 500 രൂപ 1000 രൂപയ്ക്ക് മേളിലുള്ള ഫുഡിന്
ഞങ്ങൾക്ക് ബൾക്ക് ഓർഡർ കിട്ടുമായിരുന്നു. ഇപ്പൊ 2500 രൂപയ്ക്ക് എന്നിട്ടും തരത്തില്ല. 2500 രൂപയുടെ ഫുഡ് കസ്റ്റമർ ഓർഡർ ചെയ്താൽ പോലും ഞങ്ങളുടെ വണ്ടിക്കകത്ത് കൊള്ളത്തില്ല, ബാഗിൻ്റെ അകത്ത്. എന്നിട്ടും ഞങ്ങൾ കൊണ്ടുപോകും. അതിന്നിട്ട് പോലും ഞങ്ങൾക്ക് തരുന്നില്ല. മുമ്പ് 2500 ഓർഡറിന് നിങ്ങൾക്ക് എന്ത് കിട്ടുമായിരുന്നു? 1000-400 രൂപ കിട്ടുമായിരുന്നു, എക്സ്ട്രാ കിട്ടുമായിരുന്നു. ബൾക്ക് ഓർഡർ അല്ലേ സാറേ? ബൾക്ക് ഓർഡറിന് പോലും നമുക്ക് ഒരു വക തരുന്നില്ല അവര്. എന്തൊക്കെ കാര്യങ്ങളാ തരാം. ഇപ്പൊ പുതിയ സ്കീമാ. 2 ഓർഡർ കൂടെ കിട്ടിക്കഴിഞ്ഞാല് ഇൻസെന്റീവ് നിർത്തിയിട്ട് പോകും. ആ ഓർഡർ ഇനി ഉടനെ കൊടുക്കത്തില്ല. 2 ഓർഡർ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് ജോലി നിർത്തിയിട്ട് പോകും. ആ ഓർഡർ ഇനി ഉടനെ കൊടുക്കത്തില്ല. ഞാൻ 4 മണിയാവും. 4 മണി വരെ ഒരു കാര്യമില്ല, ഡിലേ ചെയ്യും. ആ 2 ഓർഡർ നിങ്ങൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ ആ ക്യാഷ് ഒറ്റ ക്യാഷും വരത്തില്ല. ഇൻസെന്റീവ് കിട്ടത്തില്ല, ഒട്ടും ഇൻസെന്റീവ് ഒന്നും കയറത്തില്ല. ഇൻസെന്റീവ് ഇല്ല. കാരണം എന്താന്നറിയോ, ആ 4 മണി വരെ ഇരിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ മടുത്തിട്ട് വേണമെങ്കിൽ നേരത്തെ നിർത്തിയിട്ട് പോയാൽ ഇൻസെന്റീവ് കൊടുക്കണ്ട. ആ 240 രൂപ ഞാൻ ഫുൾ ടൈം സ്കീമിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന ഡെങ്കി പിടിച്ച നാട്ടിൽ പോയ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എന്നെ പാർട്ട് ടൈം അല്ല ഒരു പുതിയ സ്കീമിലാക്കിയത്. ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് 4500 രൂപ ഇൻസെന്റീവ് ഉണ്ടായിരുന്നു, വീക്കിലി ഇൻസെന്റീവ്. ആ 4500 രൂപ വീക്കിലി ഇൻസെന്റീവ് നിന്റെ 4500 രൂപ വീക്കിലി ഇൻസെന്റീവ് ഉണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടത്തില്ല. ഡെയിലി ഇൻസെന്റീവ് 700 ഉണ്ടായിരുന്നു. ആ സ്കീം എടുത്ത് മാറ്റി. ഇപ്പോഴാണ് 240, 300, 600 രൂപയുടെ സ്കീം. 400 രൂപയാണ് മാക്സിമം കിട്ടുന്നത്. 35 ഓർഡർ എടുക്കണം. ഇവര് 35 ഓർഡർ നമുക്ക് തരുമോ? സ്വിഗ്ഗി ഒന്നും തരുന്നത്. സ്വിഗ്ഗി ഇതെല്ലാം കൂടെ ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 35 ഓർഡർ നമുക്ക് തന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻസെന്റീവ് അത്രയും പൈസ തരണ്ടേ? അപ്പൊ നമുക്ക് ആ 35 തരത്തില്ല. അതിന്റെ തൊട്ടടുത്ത് വരെ കൊണ്ടു നിർത്തും. എന്നിട്ട് നമ്മള് ഓർഡർ തരത്തില്ല. 5:30 വരെ നിന്നാലും തരത്തില്ല. നമ്മള് ഏറ്റവും നമുക്ക് മനസ്സിൽ വിഷമിക്കുന്നത് എന്താ പറയുക, നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റ് വന്നു, ആ റെസ്റ്റോറന്റ് ഒരു 10 ഓർഡർ അടിച്ചു, 10 എണ്ണം വേറെ ഉള്ളവന്മാര് നമ്മളെ മുന്നിൽ കൂടെ എടുത്തോണ്ട് പോകും. നമ്മളും അത് കിട്ടാതെ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും.